മഴയില്ലാ കാലത്ത് ആർക്കെല്ലാം എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും? കവി സുഗതകുമാരിയുടെ വേനൽ എന്ന രചനയിൽ നിന്നെടുത്ത ഭാഗം വായിക്കൂ. മാനത്തു നോക്കി തപസ്സിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഞാനും മേലോട്ട് നോക്കിയിരിക്കുന്നു. നട്ടുച്ച. ആകാശത്തിന് പഴുത്ത ലോഹത്തകിടിന്റെ നിറം. പൊടി മൂടിക്കെട്ടിയ വായുമണ്ഡലം. കാറ്റുപോലും എങ്ങോ പേടിച്ചൊതുങ്ങിയിരിക്കുന്നു. ഒരു കിളിയൊച്ച പോലും കേൾക്കാനില്ല. ചൂട്, ചൂട്, ചൂട്. പിളർന്ന കൊക്കുകളുമായി കാക്കകൾ മുറ്റത്തെ ഒരിത്തിരി തണലിൽ വന്നിരുന്നു പരാതി പുലമ്പുന്നു. അനാഥയായ ഭ്രാന്തിയെപ്പോലെ ഭൂമി വരണ്ട മാറുമായി വെയിലത്ത് മലർന്നു കിടന്നു മയങ്ങുന്നു. നദികൾക്കൊക്കെ ക്ഷയരോഗം. കിണറുകൾക്കൊക്കെ കണ്ണീരുറവ പോലും വറ്റി തുടങ്ങിയിരിക്കുന്നു. തെങ്ങുകൾ പേടിച്ചു കൂപ്പുകൈകൾ ഉയർത്തി യാചിച്ചു നിൽക്കുന്നു. കൃഷിവിളകൾ വരണ്ടു ചാഞ്ഞ് ചാവാൻ കിടക്കുന്നു. തീപിടിച്ച കാട്ടിൽ നിന്ന് പറന്നുയരാൻ ശ്രമിക്കുന്ന പറവകൾ ചിറകുകുഴഞ്ഞു വീഴുന്നു. ആനക്കൂട്ടം വെള്ളം തേടി ഉഴന്ന് കാടിൻ്റെ അതിർത്തിയിലെത്തി നിന്ന് കറങ്ങുന്നു. കാട്ടിൽ വെള്ളമില്ല, തീയുണ്ട്. നാട്ടിൽ മനുഷ്യരുണ്ട്. ആനയ്ക്ക് ഏറെയേറെ വെള്ളം വേണം. മുടിഞ്ഞ കാട്ടിലെ മുടിഞ്ഞ വെള്ളക്കുഴിയിൽ തുമ്പിക്കൈ കൊണ്ട് കുഴിച്ചു കുഴിച്ച് ചോര പൊടിഞ്ഞിട്ടും വെള്ളമില്ലാഞ്ഞു കൊമ്പൻ ഉറക്കെ ഗർജിക്കുന്നു. എൻ്റെ കാട്ടിലെ വെള്ളമെവിടെ? ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. വേനലിൻ്റെ വിഷമം ആനയ്ക്ക് മാത്രമല്ലല്ലോ. ചെടികൾ, വള്ളികൾ, മറ്റു ജന്തുക്കൾ എന്നിവയ്ക്കൊക്കെ വേനൽ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും. ചർച്ച ചെയ്തു കണ്ടെത്തൂ. വേനൽ അനുഭവക്കുറിപ്പ് തയ്യാറാക്കൂ. കൊടും വേനൽ ഭൂമിയിലെ എല്ലാ ചെടികൾക്കും വള്ളികൾക്കും ജന്തുക്കൾക്കും ബുദ്ധിമുട്ടുകൾ വരുത്തും. ചെടികളും വള്ളികളും വെള്ളം കിട്ടാതെ വാടിക്കരിയും. ചെറിയ ജീവികളും പറവകളും ദാഹിച്ചു മരിക്കും. കാട്ടുമൃഗങ്ങൾ വെള്ളം അന്വേഷിച്ച് നാട്ടിലിറങ്ങും. കാട്ടുതീയുണ്ടായി വലിയ നാശങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അടുത്ത പ്രവർത്തനം വേനൽ അനുഭവക്കുറിപ്പ് തയ്യാറാക്കൂ എന്നതാണ്. വേനലാകുമ്പോൾ ഞങ്ങളുടെ കിണറിലെ വെള്ളം വറ്റാൻ തുടങ്ങും. പിന്നെ വീട്ടാവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ദൂരെയുള്ള പഞ്ചായത്ത് കിണറിൽ നിന്നും കോരിക്കൊണ്ടുവരും. തുണി അലക്കാനും കുളിക്കാനും ദൂരെയുള്ള പുഴയിലേക്ക് വീട്ടിലുള്ള എല്ലാവരും കൂടി പോകും. ചിലപ്പോൾ അയൽക്കാരും ഉണ്ടാകും.